എരിവും പുളിയും മധുരവും എല്ലാം കൂടെ പെർഫെക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് സോം തം സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സോം തം സാലഡിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സോം തം സാലഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ പപ്പായ, കപ്ലങ്ങ ആണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് കുത്തിയെടുക്കണം. അപ്പോൾ നീളത്തിൽ ഷ്രെഡ്സായിട്ട് നമുക്ക് വേണ്ടേ. ഒന്നുകിൽ നിങ്ങൾക്ക് പീലർ, നമുക്ക് ഷ്രെഡായിട്ട് കിട്ടുന്ന പീലേഴ്സ് അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തി വെച്ചിട്ട് കുത്തിയെടുക്കാം. ഇതേപോലെ ഇച്ചിരി ഡീപ്പായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കനം കുറച്ച്, ഒത്തിരി തിന്നല്ല എന്നാൽ കുറച്ച് കട്ടിയും വേണം, ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഷ്രെഡ്സ് കിട്ടണം. അപ്പോൾ ഞാൻ പപ്പായ ഇതേപോലെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 കപ്പ് പപ്പായ വേണ്ടേ. നമ്മൾ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനായി പോകും. അപ്പോൾ പപ്പായ സാലഡ് നമുക്കൊരു ക്രഞ്ച് കിട്ടത്തില്ല. ഇതേപോലെ ഇച്ചിരി കട്ടിക്ക് വേണം, എന്നാൽ ഒത്തിരി കട്ടിയും പാടില്ല, ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ. ഇപ്പോൾ സോം തം എന്ന് പറയുന്നത്, സോം എന്ന് വെച്ചാൽ സവർ എന്നുള്ളതാണ് മീനിങ്. അതേപോലെ തം എന്ന് ഉദ്ദേശിക്കുന്നത് പൗണ്ട് ചെയ്യുക, അതായത് ഇടിച്ച് ഉണ്ടാക്കുന്ന സാലഡിനാണ് സോം തം സാലഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇടിയോറൽ പോലത്തെ എന്തെങ്കിലും സാധനത്തിനകത്ത് വേണമെങ്കിൽ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മോട്ടർ ആൻഡ് പെസ്റ്റില്ല, അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ചെറിയ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റത്തുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗാർലിക് ചതച്ചെടുക്കണം. ഞാൻ 2 വലിയ ഗാർലിക്കും ഒരു ചെറിയ ഗാർലിക്കും എടുത്തേക്കണം. അതേപോലെ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 വലിയ റെഡ് ചില്ലീസ് ഉപയോഗിക്കുകയാണ്. അതേപോലെ ഒരു കാന്താരി മുളക്, ബേർഡ്സ് ഐ ചില്ലി എന്ന് പറയും, നമ്മുടെ കാന്താരി. ഇത് ആദ്യം ഒന്ന് പൗണ്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്. പാം ഷുഗർ ആണ് ഉപയോഗിക്കുന്നത്. പാം ഷുഗർ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. വാളംപുളി ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് കുറച്ച് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിക്കാക്കി എടുത്തേക്കുന്ന പൾപ്പാണ് 1/2 ടീസ്പൂൺ. വാളംപുളി നമുക്കൊരു നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ലൈം ജ്യൂസ് നന്നായിട്ട് നമുക്ക് ചേർക്കണം. ഒരു നാരങ്ങയുടെ നീര് നമുക്ക് വേണ്ടേ. പിന്നെ നാരങ്ങയുടെ ജസ്റ്റ് നമ്മളിടും. തൊലി ഒന്ന് ചിരണ്ടി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ തൊലിയായിട്ട് തന്നെ ഇട്ടിട്ട് ചതച്ചെടുത്താലും മതി, അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. അപ്പം ഞാൻ 2 കഷ്ണം തൊലിയായിട്ട് ഇടുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു ഫുൾ നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ആ പഞ്ചസാര ഡിസോൾവ് ആവണം. നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇപ്പം ചേർക്കാം. അതൊന്ന് ചതച്ചെടുക്കുക, ലൈറ്റായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ കപ്പലണ്ടി ഇടുമ്പോൾ നമ്മൾ സോസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചതച്ചെടുക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ഈ സമയത്ത് ഈ ലിക്വിഡ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുളി ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇച്ചിരി ഫിഷ് സോസ് ചേർക്കാം. അതുപോലെ ഷുഗറും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ആയിരിക്കും. ഇനി അതൊക്കെ നമുക്ക് പപ്പായ കുറച്ച് ചേർക്കാം. പപ്പായ ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് പൗണ്ട് ചെയ്യുക. ഇതിനകത്ത് ഡ്രൈഡ് ഷ്രിംസ് വേണമെങ്കിലും ഇടാറുണ്ട്. ഡ്രൈഡ് ഷ്രിംസ് ഇട്ടാലും നല്ല, ഉണക്ക ചെമ്മീൻ ഒരു 3-4 എണ്ണം നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ വേണം, അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡായിട്ടും നമുക്ക് റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാലഡാണ് സോം തം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ, ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോ ഇട്ടിട്ട് ടൊമാറ്റോ വല്ലാണ്ട് ചതഞ്ഞു പോകരുത്, ലൈറ്റായിട്ട് മതി. നാരങ്ങയുടെ തോടെടുത്ത് മാറ്റാം.
നന്നായിട്ട് മിക്സായി അടി കുറേ സോസുകൾ കൊടുത്തു. നമ്മുടെ ഈ സാലഡ് റെഡിയാണ്. നമ്മൾ തായ്ലൻഡിലൊക്കെ കഴിക്കുമ്പോൾ ഇതിനകത്ത് ലോങ് ബീൻസും ചേർക്കാറുണ്ട്. ഇളത്ത ടെൻഡറായിട്ടുള്ള ലോങ് ബീൻസ് കിട്ടിയാൽ അത് നിങ്ങൾക്ക് പൗണ്ട് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ആ സോസാണ് ഏറ്റവും ടേസ്റ്റി. അതോടെ ഒഴിച്ച് സെർവ് ചെയ്യുക. സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് എക്സ്ട്രാ പീനട്സും കൂടെ കൊടുക്കാം. ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സാലഡാണ് som tam സാലഡ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് പുളിയും എരിവും മധുരവും എല്ലാം കൂടെ നല്ലൊരു പെർഫെക്റ്റ് ഒരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.